അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 15ാമത്തെ പാഠം അദ്ദർസുൽ ഖാമിസ് അശറ ഇല സിന്ധി വൽ ഹിന്ദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പരിശുദ്ധ ഇസ്ലാം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ആദ്യമായി ഇസ്ലാമിനെ ആശ്ലേഷിക്കാൻ ഭാഗ്യം ലഭിച്ചത് കേരളത്തിനാണ്. ഹദീസിൽ ഇങ്ങനെ കാണാം: അൻ അബീ സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല അഹ്ദ മലിക്കുൽ ഹിന്ദി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജറത്തൻ ഫീഹാ സഞ്ചബീലുൻ ഫഅത്അമ അസ്വഹാബഹു ഖിതഅത്തൻ വഅത്അമനി മിൻഹാ ഖിതഅത്തൻ. ഒരു ഇന്ത്യൻ രാജാവ് ഒരു ഭരണി ഇഞ്ചി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയ നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് സ്വഹാബികൾക്ക് ഓരോ കഷ്ണം നൽകി. എനിക്കും ഒരു കഷ്ണം തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തായി ചന്ദ്രൻ പിളർന്നതിന് കേരളത്തിൽ വെച്ച് സാക്ഷിയായ ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ച് മക്കയിലേക്ക് പോയ സംഭവം കേരള ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. പിൽക്കാലത്ത് കച്ചവടക്കാരും സൂഫി വര്യന്മാരും പണ്ഡിതന്മാരും സയ്യിദുമാരും മറ്റും ഇന്ത്യയിൽ ഇസ്ലാം മത പ്രബോധനം നടത്തി. ഇസ്ലാമിലെ സാഹോദര്യവും മുസ്ലിങ്ങളുടെ സൽസ്വഭാവവും ധാരാളം ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം കണ്ണൂരിലെ അറക്കൽ അലി രാജയുടേതാണ്. പിൽക്കാലത്ത് പല ഭരണകൂടങ്ങളും ഇവിടെ സ്ഥാപിതമായി. ഗസ്നവി, ഗോരി, മുഗളർ എന്നിവയും മൈസൂർ, ബീജാപൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ ഭരണകൂടങ്ങളും അവയിൽ പ്രധാനപ്പെട്ടവയാണ്. സുൽത്താൻ അഹമ്മദ് ഷാഹ്, ഖുത്ബുദ്ദീൻ ഐബക്ക്, ഔറംഗസീബ്, ഹൈദർ അലി, മകൻ ടിപ്പു സുൽത്താൻ തുടങ്ങിയവർ അക്കൂട്ടത്തിൽ പ്രഗത്ഭരായ സുൽത്താൻമാരാണ്. AD 1001 ഹിജറ 392 മുഹമ്മദ് ഗസ്നവി ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണം സ്ഥാപിച്ചു. പിന്നീട് ഗോരികളും ശേഷം അടിമവംശവും തുടർന്ന് തുഗ്ലക് വംശവും സയ്യിദ് വംശവും ലോധികൾ, മുഗളന്മാർ എന്നിവരും ഡൽഹി ആസ്ഥാനമായി ഇന്ത്യ ഭരിച്ചു. ഇതിൽ ഏറ്റവും വലുതും പ്രസിദ്ധവുമായ ഭരണകൂടം മുഗളന്മാരുടേതാണ്. 856 വർഷം നീണ്ടുനിന്ന ഇന്ത്യയിലെ മുസ്ലിം ഭരണം ബ്രിട്ടീഷ് അധിനിവേശത്തോടെ അവസാനിച്ചു. മുസ്ലിങ്ങളുടെ ഭരണം മൂലം ഇന്ത്യ വൻ പുരോഗതി നേടി. രാജ്യം ഏകോപിതമായി. നിരവധി നാട്ടുരാജ്യങ്ങളും പരസ്പര യുദ്ധങ്ങളുമായി കഴിഞ്ഞ ഇന്ത്യയെ മുസ്ലിം ഭരണാധികാരികൾ ഒരു ഭരണത്തിന്റെ കീഴിൽ ഏകോപിപ്പിച്ചു. നീതിയിലും സമ്പത്തിലും സഹിഷ്ണുതയിലും അധിഷ്ഠിതമായ അവരുടെ ഭരണത്തിൽ രാജ്യത്ത് സമാധാനം നിലവിൽ വരികയും പുരോഗതിക്ക് സാഹചര്യമുണ്ടാവുകയും ചെയ്തു. ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന്റെ പ്രധാന നേട്ടങ്ങളിൽ ചിലത് താഴെ കൊടുക്കുന്നു. 1. സാർവത്രിക വിദ്യാഭ്യാസം. ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ കാരണം സവർണർക്കു മാത്രമേ വിദ്യ അഭ്യസിക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും വിദ്യ നേടണമെന്ന ഇസ്ലാമിക നയം നടപ്പായി. 2. പുറം ലോകവുമായുള്ള ബന്ധം. സമുദ്ര ലംഘനം ഉന്നത ജാതിക്കാർക്ക് നിഷിദ്ധമായിരുന്നു. ഇത് സമുദ്രം മുഖേനയുള്ള വ്യാപാരത്തിന് തടസ്സമായി. മുസ്ലിങ്ങളുടെ വരവോടെ ഇതിന് മാറ്റമുണ്ടായി. 3. വ്യാവസായിക പുരോഗതി. വസ്ത്രനിർമ്മാണം, ഭക്ഷ്യസംസ്കരണം, മൃഗസംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിലെല്ലാം അഭിവൃദ്ധിയുണ്ടായി. 4. സാമ്പത്തിക വളർച്ച. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി. GDP 25%-ലെത്തി. 2022 GDP കേവലം 7% മാത്രമാണ്. 5. നിർമ്മാണ മേഖലയിലെ വളർച്ച. ഖുത്ബ് മിനാർ, താജ്മഹൽ, ഡൽഹി ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഫത്തഹ്പൂർ സിക്രി, ചാർമിനാർ തുടങ്ങിയ മന്ദിരങ്ങൾ നിർമ്മിക്കപ്പെട്ടു. അവ ഇന്നും ഇന്ത്യയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുകയും രാജ്യത്തിന് വലിയ തോതിൽ വിദേശ നാണ്യം നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. 6. അറബി ഭാഷാ പുരോഗതി. മുസ്ലിം ഭരണകാലത്ത് ഇന്ത്യയിൽ നിരവധി വിദ്യാഭ്യാസ
സ്ഥാപനങ്ങൾ ഉണ്ടായി. അറബി ഭാഷയെ സമ്പുഷ്ടമാക്കിയ നിരവധി ഗ്രന്ഥങ്ങൾ വിരചിതമായി. അഷേഖ് അലിയുബിൻ ഹുസാമുദ്ദീൻ റഹിമഹുല്ല രചിച്ച കൻസുൽ ഉമ്മാൽ, അഷേഖ് നിലാമുദ്ദീൻ റഹിമഹുല്ലയുടെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട അൽ ഫതാവൽ ഹിന്ദിയ, അസയ്യിദ് മുർത്തള സുബൈദി റഹിമഹുല്ലയുടെ താജുൽ അറൂസ്, ഷാഹ് വലിയുല്ലാഹി റഹിമഹുല്ലയുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്നിവ അവയിൽ ചിലത് മാത്രമാണ്. 7. ഇന്ത്യൻ ഭാഷകളുടെ പുരോഗതി. അറബി ഭാഷയുടെ സ്വാധീന ഫലമായി ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളെല്ലാം പുരോഗതി പ്രാപിച്ചു. ഉറുദു എന്ന പുതിയ ഭാഷ ആവിർഭവിച്ചു. 8. മാനവിക സമത്വം. ഇസ്ലാമികാശയങ്ങളുടെ സ്വാധീന ഫലമായി ജാതീയതയിൽ നിന്നും സതി പോലെയുള്ള ദുരാചാരങ്ങളിൽ നിന്നും മോചനമുണ്ടായി. തൊട്ടുകൂടായ്മ ഇല്ലാതായി. 9. സാംസ്കാരിക വളർച്ച. വസ്ത്രധാരണയിൽ മാറ്റമുണ്ടായി. സ്ത്രീകൾ മാറുമറക്കാൻ തുടങ്ങി. വൃത്തിയും ശുദ്ധിയും പുതിയ ഭക്ഷണ രീതിയും നിർമ്മാണ രീതിയും നിലവിൽ വന്നു. 10. രാഷ്ട്ര പുരോഗതി. നിരവധി റോഡുകളും പാലങ്ങളും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായി. തപാൽ സമ്പ്രദായം നിലവിൽ വന്നു. ഉദ്യാനങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സ്ഥാപിതമായി. ഇനി നഖ്റവുനഫം കാണാം. ചേരമാൻ പെരുമാൾ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി ഭരിച്ചിരുന്ന ചേരകുലത്തിലെ അവസാനത്തെ രാജാവ്. 2. അറക്കൽ അലി രാജ 17-ാം നൂറ്റാണ്ടിൽ കണ്ണൂർ ആസ്ഥാനമായി ഭരണം നടത്തിയ മുസ്ലിം രാജവംശത്തിലെ രാജാവ്. 3. ടിപ്പു സുൽത്താൻ 18-ാം നൂറ്റാണ്ടിൽ മൈസൂർ രാജ്യം ഭരിച്ചിരുന്ന സുൽത്താൻ. 4. GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. AD ക്രിസ്താബ്ദം. ഇനി നമുക്കതിന്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുൽ ഖാമിസ് അശറ ഇല സിന്ധി വൽ ഹിന്ദി. 1. ചേരുംപടി ചേർക്കാൻ നസ്വിൽ. അലീബിൻ ഹുസാമുദ്ദീൻ. ബി ആണ് ഉത്തരം. കൻസുൽ ഉമ്മാൽ. 2. അഷേഖ് നിലാമുദ്ദീൻ. ഡി ആണ് ഉത്തരം. അൽ ഫതാവൽ ഹിന്ദിയ. 3. സയ്യിദ് മുർത്തള സുബൈദി. എ ആണ് ഉത്തരം. താജുൽ അറൂസ്. 4. ഷാഹ് വലിയുള്ള. സി ആണ് ഉത്തരം. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. 2. നുബയ്യനു വ്യക്തമാക്കുക. 1. ഇന്ത്യയിൽ ഇസ്ലാം മത പ്രബോധനം നടത്തിയ ആരൊക്കെ? കച്ചവടക്കാരും സൂഫിവര്യന്മാരും പണ്ഡിതന്മാരും സയ്യിദുമാരും മറ്റും. 2. ഡൽഹി ആസ്ഥാനമായി ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണകൂടങ്ങൾ ഏതൊക്കെ? ഗോസ്നവി, ഗോരി, തുഗ്ലക്ക് വംശം, സയ്യിദ് വംശം, ലോധികൾ, മുഗളന്മാർ. 3. ഇന്ത്യയിൽ മുസ്ലിം ഭരണാധികാരികൾ നിർമ്മിച്ച മഹാമന്ദിരങ്ങൾ. കുത്തുബ് മിനാർ, താജ്മഹൽ, ഡൽഹി ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഫത്ത്പൂർ സിക്രി, ചാർമിനാർ. ഇനി 3-ാമത്തെ വർക്ക് കാണാം. തഖ്സീസ്. 1. ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന്റെ പ്രധാന നേട്ടങ്ങൾ എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. സാർവത്രിക വിദ്യാഭ്യാസം, പുറം ലോകവുമായുള്ള ബന്ധം, വ്യാവസായിക പുരോഗതി, സാമ്പത്തിക വളർച്ച, നിർമ്മാണ മേഖലയിലെ വളർച്ച, അറബി ഭാഷ പുരോഗതി, ഇന്ത്യൻ ഭാഷകളുടെ പുരോഗതി, മാനവിക സമത്വം, സാംസ്കാരിക വളർച്ച, രാഷ്ട്ര പുരോഗതി. ഇനി 2. ചേരമാൻ പെരുമാളിന്റെ ജീവചരിത്രം സംഗ്രഹിക്കുക. കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന രാജ ശേഖരവർമ്മൻ എന്നറിയപ്പെടുന്ന ചേരവംശജനായ രാജാവാണ് ചേരമാൻ പെരുമാൾ. ഇദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മക്കയിൽ ചെന്ന് ഇസ്ലാം സ്വീകരിച്ചു. താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു. തിരിച്ചു വരും വഴി ഒമാനിലെ സലാലയിൽ വെച്ച് മരണപ്പെട്ടു. അവിടെ മറവ് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.